പപ്പായുടെ പല കഥകളിലും അമ്മ നന്മയുടെ മൂർത്തിഭാവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കത്തുന്ന ഒരു രഥചക്രം അതുപോലുള്ള കഥകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി വായനക്കാർക്ക് അമ്മ അനുഭവം ഉണ്ട്. അത് പപ്പാട്ടൻ്റെ ഈ ഓർമ്മിക്കുമ്പോൾ തന്നെ പപ്പാട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം വരുന്ന സന്ദർഭത്തിൽ പപ്പാട്ടൻ്റെ തൊണ്ട ഇടറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, കണ്ണുകൾ നനയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ ഓർമ്മകൾ ഇപ്പോഴും ഈ സന്ദർഭത്തിലും ഈ പ്രായത്തിൽ ആ പഴയ കാലത്തുള്ള ആ ഓർമ്മകൾ പപ്പാട്ടൻ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ട്? എല്ലാവർക്കും അമ്മ വളരെ പ്രധാനപ്പെട്ട ഓർമ്മ തന്നെയായിരിക്കും എല്ലാവർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അമ്മ വളരെ ചെറുപ്പത്തിൽ വിധവയായി. അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എന്താ അച്ഛൻ്റെ സങ്കല്പം? ഇല്ല. അച്ഛൻ സാമാന്യം വലിയ ഉദ്യോഗസ്ഥനായിരുന്നു മദ്രാസ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ. അദ്ദേഹത്തിൻ്റെ ഒപ്പം അമ്മ തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും താമസിച്ചിട്ടുണ്ട്. മദ്രാസ് സിറ്റിയിൽ അമ്മ താമസിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഒപ്പം. തികച്ചും ആകസ്മികമായിട്ടാണ് അച്ഛൻ്റെ മരണം ഉണ്ടായത്. ഞാനാ ഇളയ കുട്ടി. അന്ന് എനിക്ക് മാസമോ അല്ലെ അങ്ങനെ മറ്റോ ഒരു സങ്കല്പവുമില്ല. ജ്യേഷ്ഠൻ രാജാസ് ഹൈസ്കൂളിൽ സെക്കൻഡ് ഫോമിൽ പഠിക്കുന്നു. ജ്യേഷ്ഠൻ വളരെ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ അമ്മയുടെ വിദ്യാഭ്യാസത്തിൻ്റെ തമാശ പറയാം ഞാൻ. ഇത് എനിക്ക് തന്നെ ഇപ്പോഴും 95 വയസ്സ്. ഈ ഡിസംബർ 13 പറഞ്ഞാൽ 96 കടക്കും. അപ്പോൾ അമ്മയുടെ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്മ പഴയ ആ കാലത്ത് ഹിന്ദു പേപ്പർ തപ്പിത്തടഞ്ഞ് വായിക്കും. ഞങ്ങൾ മക്കൾ മുതിർന്നതിന് ശേഷം നല്ല നിലക്കൊക്കെ എത്തിച്ചതിന് ശേഷം അമ്മേനെ കാലുവാരാൻ വേണ്ടിയിട്ട് ഹിന്ദു ഒന്ന് കൊടുത്തിട്ട് അമ്മേനെ കൊണ്ട് വായിപ്പിക്കും. അമ്മക്കറിയാം അമ്മേൻ്റെ കാലുവാരാനാണ് നമ്മൾ ഇത് കൊടുത്തിട്ട് നോക്കമ്മേന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഗുണം അമ്മക്കും കിട്ടി. എന്താണെന്നറിയോ? അമ്മ അങ്ങേയറ്റം ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. മോസ്റ്റ് ബ്രോഡ്. ജാതി മതം രണ്ടും അമ്മക്കില്ലായിരുന്നു. ജാതി മതം. അമ്മ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പള്ളിക്കുന്ന് എന്ന പേരിൽ തന്നെ ഒരു ലേഖനം ഭാഷാഭൂഷൻ്റെ എഴുതി. വലിയ ഒരു ലേഖന സമാഹാരത്തിൻ്റെ പേരും പള്ളിക്കുന്ന് എന്നാണ്. കുടിസ് മനസ്ഥിതിയുള്ള നായന്മാരുടെ ഒരു അഗ്രഹാരമായിരുന്നു കുടിസ് മനസ്ഥിതി. അവർക്ക് പല നല്ല ഗുണങ്ങളുമുണ്ട്. കാരണം സ്ത്രീകളെല്ലാവരും, പുരുഷന്മാർ പറയണ്ട, എഴുത്തും വായനയും രണ്ടും താല്പര്യരാണ്. ഒരു 3-4 പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും അത് നോവലായിരിക്കും, ഇല്ലെങ്കിൽ കവിത, ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. ഇങ്ങോട്ടും ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. ഇതൊക്കെയുണ്ട്. എന്നാലും ഈ ജാതിയുടെ കുടിസ് മനസ്ഥിതിയിൽ നിന്ന് ഒരാളും മുക്തി നേടിയവരല്ല അന്നും. എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങൾ, സ്ത്രീകൾ പുലർച്ചെ 2 വിശാലമായ കുളങ്ങളുണ്ട്. ഒന്ന് പള്ളിക്കുന്ന് അമ്പലത്തിലെ കുളം. അവിടെ 2 കുളമുണ്ട്. പള്ളിക്കുന്ന് അമ്പലത്തോട് തൊട്ടിട്ട് 2 കുളം. പിന്നെ കാനത്തൂർ അമ്പലത്തിൻ്റെ ഒരു കുളമുണ്ട്. അത് പിന്നെ ചെറുതാണ്. തയ്യിലെ കുളം, തയ്യിൽ തറവാട്ടുകാർ കുഴിപ്പിച്ച് അവരുടെ സ്ഥലത്തുകൂടി വിശാലമായ കുളം. അപ്പോൾ നായർ സ്ത്രീകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരികൾ, രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കുളത്ത് പോയി കുളിച്ച് ഈറനോടെ അമ്പലത്തിൽ പോയി ജപിച്ച് മടങ്ങി വീട്ടിലേക്ക് വരും. അതിനുശേഷമാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ ഏർപ്പാടും അതൊക്കെ നോക്കുക. അമ്മ ഒരിക്കൽ പോലും അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലുള്ള മറ്റു സ്ത്രീകൾ പോകും, അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ.